അമ്മ എനിക്ക് വാക്കുകൾക്കതീതമായ ഒരു അനുഭവമാണ്. മാതൃദിനത്തോടനുബന്ധിച്ച് നല്ലൊരു ഹൃദയസ്പർശിയായിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും അമ്മമാർക്കുള്ള കത്ത് വായിക്കുന്നുണ്ട്, ജിൻഡോയും വായിക്കുന്നുണ്ട്. നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഒരു ഹൃദയത്തിൽ തൊട്ടൊരു സങ്കടമൊക്കെ വരും ആ ഒരു കത്ത് കേൾക്കുമ്പോൾ. അപ്പം എല്ലാവരും ജിൻഡോ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നും എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മരുന്ന് കഴിക്കണം, അപ്പച്ചന് അമ്മേനോട് സ്നേഹമുണ്ട് എന്നൊക്കെ ജിൻഡോ വളരെ നന്നായിട്ട് അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, എനിക്കല്ലേ അമ്മയെ കാണാൻ പറ്റാത്തേ. അമ്മ മരുന്ന് സമയത്തിന് കഴിക്കണം. നമുക്കറിയാലോ അമ്മ എന്ന് പറയുന്നത് എത്ര വലിയ സ്നേഹമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജിൻഡോയുടെ കത്ത് കേട്ടിട്ട് എല്ലാവരും ആ ഒരു ഫീലിങ്സിലാണ്. എല്ലാവരുടെയും മുഖത്ത്, ഈവൻ ലാലേട്ടൻ്റെ മുഖത്ത് വരെ നമുക്ക് ആ ഒരു ഫീലിങ്സ് കാണാം. ഭയങ്കര ഇഷ്ടമാണ്, അവരെല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ ജിൻഡോ പറയാണ്, ഇവിടുത്തെ അടി കണ്ടിട്ട് അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എല്ലാവരും നല്ല കുട്ടികളാണ്, പിന്നെ ഞാൻ തെറ്റ് കണ്ടാൽ പ്രതികരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖത്തൊരു ചിരിയൊക്കെ വന്നു. അത്രയും നേരം ഗൗരവമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും നല്ല കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്തും ഒരു ചിരിയൊക്കെ വന്നു. അപ്പോൾ മുന്നോട്ട് ജിൻഡോ കത്ത് വായിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ അമ്മയാണ് വീടിൻ്റെ വിളക്ക്, അല്ലെങ്കിൽ ഞാനും ഈ സ്ഥലത്ത് നിൽക്കില്ല. ഇപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അമ്മ എപ്പോഴും പറയും നീയാണ് ഈ വീടിൻ്റെ വിളക്ക് എന്ന് അമ്മ എപ്പോഴും പറയും, പക്ഷേ ഞാനല്ല, അമ്മയാണ് വീടിൻ്റെ വിളക്ക് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ആ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജിൻഡോ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയുള്ളൊരു ചിരിച്ചായിരുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഋഷിയും റസ്മിനും നോറയും ജിൻഡോ കത്ത് വായിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും ചുണ്ടിൽ ആ ഒരു പുഞ്ചിരി വന്നത് ഇവരെല്ലാവരും നല്ല കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് വായിക്കുമ്പോഴാണ് എല്ലാവരുടെയും മുഖത്ത് ആ പുഞ്ചിരി വന്നത്. അപ്പം ഒന്നെങ്കിൽ അവർ ചിരിച്ചിരിക്കുന്നത് ആ ഒരു കത്ത് കേട്ട് ആ ഒരു സങ്കടത്തിൻ്റെ പുറത്തുള്ള ഒരു ചിരിയായിരിക്കാം. അപ്പോൾ റസ്മിൻ്റെയും നോറയുടെ മുഖത്ത് ആ ഒരു സങ്കടം കാണുന്നില്ല, അവരൊരു പരിഹസിച്ചിട്ടുള്ള ചിരി പോലെയാണ് കാണുന്നത്.